രത്നമ്മേ, രത്നമ്മേ, ഇവിടെ ആരും ഇല്ലേ? ആരാപ്പത്? മേലെടുത്ത ജാനകിയല്ലേ? രത്നമ്മയുടെ ആങ്ങള അഴകേശനല്ലേ? അതെ അതെ, വാ വാ. ശരി. ഇരിക്കൂ. രത്നമ്മ ഇവിടെ ഇല്ലേ? ചേച്ചിയെ മകന്റെ അടുത്താ. മകൻ ആലപ്പുഴയിലാണ്. ശരി. അങ്ങോട്ട് പോയിരിക്കുക, 2 ദിവസം കഴിഞ്ഞാ വരും. അഴകേശന്റെ കുടുംബമൊക്കെ? അത് കല്യാണം ഒന്നും കഴിഞ്ഞിട്ടില്ല, ഒന്നും അങ്ങോട്ട് ശരിപ്പെട്ടു വന്നിട്ടില്ല ഇതുവരെ. അപ്പോ ഇതുവരെ കല്യാണം കഴിച്ചില്ലേ? അല്ല, അത് എനിക്ക് പറ്റിയത് ഒരെണ്ണം ഇതുവരെ ഒത്തു വന്നിട്ടില്ല. പിന്നെ ഓർമ്മ ഉണ്ടാ എന്നെ കണ്ടത്? ഞാന് ചേച്ചിനെ അളിയനും കാണാൻ വന്നൊരു ദിവസം ഇവിടെ ഉണ്ടായിരുന്നു. അപ്പൊ എൻ്റെ ഒരു ആഗ്രഹം ഞാൻ ചേച്ചിയോട് പറഞ്ഞിരുന്നേ. അപ്പഴാ ചേച്ചി പറഞ്ഞത് കല്യാണം ഉറപ്പിച്ചു കഴിഞ്ഞു. പടം ഇട്ടു. ഞാനറിഞ്ഞു. ഞാനപ്പോ ചോദിച്ചു, ഒരാഴ്ചക്ക് മുമ്പേ പറയായിരുന്നില്ലേന്ന്. വിധിച്ചതല്ലേ നടക്കൂലേ? അല്ല, കുടുംബൊക്കെ? അദ്ദേഹം 1 വർഷത്തിന് മുമ്പ് മരിച്ചു. പിന്നെ 2 കുട്ടികളുണ്ട്. അവരുടെ കല്യാണമൊക്കെ ആയി കഴിഞ്ഞു. പിന്നെ മക്കളും ഒക്കെ ആയി. അതെ, കുടിക്കാൻ എന്തെങ്കിലും എടുക്കണ്ടേ? ഇവിടെ ആരും ഇല്ല. ചേച്ചിലേ മകള അവിടെയാണ്. തങ്കം, ഞാൻ വിളിക്കാം. തങ്കം, തങ്കം. എന്തോ? അതെ, ഒരു 2 ചായ എടുത്താ. ചായ ഈ നട്ടുച്ചയ്ക്ക് അമ്മാവൻ എന്താ അമ്മാവൻ അത് 2 എണ്ണം? എടി, ഇവിടെ ഒരാള് വന്നിട്ടുണ്ടെന്ന്. ആര്? അത് നീ ചായ കൊണ്ട് വരുമ്പോ കാണാം. നീ ആദ്യം ചായ എടുക്ക്. എന്തേലും ചോദിച്ചു കഴിഞ്ഞാ പിന്നെ എന്താണ് അതാണ്. എടുത്തിട്ട് വാ. ഓ, ദേ വരുന്നു. അപ്പോ കുട്ടികളെ വേറെ കുട്ടികളൊക്കെ ആയിട്ട് സുഖമായിട്ട് ഇങ്ങനെ കഴിയാണ് ഇപ്പോ അല്ലേ? മക്കൾക്ക് എന്താ ജോലി? അവർക്ക് വലിയ ബിസിനസ് ഒക്കെയാണ് കാര്യങ്ങളൊക്കെ. പക്ഷേ എന്തുണ്ടായിട്ടെന്താ? അല്ല, അതിനെന്തിനാ കരയണേ? കരയണ്ട. ഞാനും അല്ലേ, തങ്കം, തങ്കം, ഒന്നിങ്ങോട്ട് വന്ന. വാ വാ. അല്ല ജാനകി, എന്താ? എന്തല്ലേ അമ്മാവാ, മക്കളെ പാട് വിട്ട് പഠിപ്പിച്ച് ഒരു നിലക്കൊക്കെ ആക്കി ഇരുന്ന് കഴിക്കേണ്ട സമയത്ത് അവരിട്ട് ഇങ്ങനെ ഉപദ്രവിക്കുക. ഒരു കണക്കിന് കല്യാണം കഴിക്കാൻ ഞാൻ നന്നായി എന്നപ്പോ തോന്നുന്നു. മക്കളുടെ തല്ലുകൊള്ളാണ്ട് കഴിയാലോ. എല്ലാവരും എന്ന് വിചാരിച്ചാൽ അങ്ങനൊന്നും അല്ല. എല്ലാ സൗകര്യം ഉണ്ടായിട്ടും പാവം, എന്ത് കരച്ചിലാ അത് കരയണേ? കുട്ടി മുറുക്കി നടക്കണതാരാണ്? ആരാണ്? ഞാനല്ല, പേരുന്തല്ല, തീരെക്കളല്ല. 4 കുട്ടി മുറുക്കി നടക്കണതാരാണ്? ആരാണ്? ഞാനല്ല, പേരുന്തല്ല, തീരകളല്ല. അഴകേഷ് അമ്മാവൻ ഭയങ്കര ഗൗരവത്തിലാണല്ലോ. ആരുടെ മണ്ടക്കടിച്ച് എന്തൊരു വലിയ കോളത്തുണ്ടല്ലോ. ഒത്തമ്മാവാ, ഒരു ഗംഭീര കോളത്തിട്ടുണ്ട്. 1-2 രൂപയല്ലേ, 1,30,00,000 ഒരു വലിയ കച്ചവടം ഒത്തിട്ടുണ്ട്. അതിന്റെ ചെറിയൊരു ചെലവിന് ചില്ലറ പൈസയും വാങ്ങിയിട്ടുണ്ട്. അതാ മേലെടുത്ത ജാനുവമ്മയുടെ അല്ലേ? നീ എങ്ങനെ അറിഞ്ഞു? ഞാൻ ആ വായി നോക്കി മുരളിയുടെ അടുത്ത് പറഞ്ഞാണ് കച്ചവടം നടക്കണ പറയുന്നത്, ആരോടും പറയരുത്. എങ്ങനെ അറിഞ്ഞു? ആ സ്ത്രീ ചേച്ചിയുടെ കൂട്ടുകാരിയാ. ചേച്ചിയെ കാണാൻ വേണ്ടി ഇവിടെ വന്നിരുന്നു. എന്തിന്? എടാ, ഈ കച്ചവടം നടന്ന ആ സ്ത്രീ പെരുവഴിയിലാവും. ഒരു വഴിയിലും ആവൂല അമ്മാവാ. അതെ, മുരളി അന്തസ്സായിട്ട് വലിയൊരു വീട് സിറ്റിയിൽ കെട്ടിയിട്ടിട്ടുണ്ട്. ഈ തള്ളയ്ക്ക് അവൻ്റെ കൂടെ പോയി താമസിച്ചൂടെ? അപ്പോൾ എന്താണ് അഹങ്കാരം? വയസ്സായാലും മക്കൾ പറയണത് കേട്ട് കൂടെ കഴിയണം. അവരൊരു പാവമാണ്. അവര് പാവമൊന്നുമല്ല, നമ്മൾ ഈ കാണുന്ന മുതലൊന്നുമല്ല. ഈ മുരളിക്കൊരു പെങ്ങളുണ്ടായേ, അവളെ കല്യാണം കഴിച്ച് വിടാൻ നേരത്ത് ഈ തള്ള പറഞ്ഞ് പൈസ മുഴുവൻ നീ ചിലവാക്കിക്കോ, ഈ വീട് സ്ഥലം നിന്റെ പേരിൽ എഴുതി കൊടുക്കാം. അങ്ങനെ എഴുതി കൊടുത്തതാണ് ഈ വീട് സ്ഥലം. ഇപ്പൊ അവനൊരു ആവശ്യം വന്നപ്പോൾ അത് വിൽക്കാൻ പറ്റില്ല എന്ന് ഈ തള്ള പറഞ്ഞ അത് ന്യായമാണോ? ആണോ? എടാ, അതെന്തെങ്കിലും ആവട്ടെ, നീ തൽക്കാലം ഈ കച്ചവടത്തിന് പോണ്ട, ഇന്ന് പിന്മാറ്. അമ്മാവാ,
ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയരുത്. ഇത് ഞാനല്ലെങ്കിൽ വേറൊരു ബ്രോക്കറി കച്ചവടം നടത്തും. ഇതോ 1-2 അല്ല, 1,30,00,000 കമ്മീഷൻ എന്ന് പറഞ്ഞാൽ എത്രയാണെന്ന് അറിയാമോ? ആ കമ്മീഷൻ വാങ്ങിച്ചിട്ട് വേണം എനിക്ക് രാഷ്ട്രീയമൊക്കെ വിട്ടിട്ടൊന്ന് സ്വസ്ഥമായിട്ടിരിക്കാൻ. കർത്താവ് ഇരുന്നിരുന്ന് കൊണ്ടുവന്നൊരു അവസരമാണ്. അതെ, ഞാൻ ഒരു കാര്യം പറയട്ടെ. ഞാൻ ആ സ്ത്രീക്ക് വാക്ക് കൊടുത്തു പോയി. നീ ഈ കച്ചവടത്തിൽ നിന്ന് പിന്മാറുന്നു, നീ വേണ്ട സഹായം ആ സ്ത്രീക്ക് ചെയ്തു കൊടുക്കുന്നു. അതെ, ഞാൻ അമ്മാവൻ്റെ അടുത്തൊരു കാര്യം ചോദിച്ചിട്ട്, വാക്ക് കൊടുക്കാൻ അമ്മാവൻ്റെ ഭാര്യയൊന്നും അല്ലല്ലോ, നമ്മുടെ അമ്മയുടെ കൂട്ടുകാരി, അത്രയല്ലേ ഉള്ളൂ. അതെ, നീ എന്ത് പറഞ്ഞാലും ശരി, ആ സ്ത്രീനെ പെരുവഴിയിൽ ഇറക്കാൻ ഞാൻ സമ്മതിക്കില്ല. വേണ്ട, പെരുവഴിയിൽ ഇറക്കണ്ട. അമ്മാവൻ്റെ അവിടുത്തെ വീട് ഒഴിഞ്ഞു കിടക്കല്ലേ, അത് കൂട്ടിയിട്ടൊക്കെയല്ലേ, നേരെ അവിടെ കൊണ്ടുവന്ന് താമസിപ്പിക്കുക. ഇനി ആദ്യം ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ കൊണ്ടുവന്ന് താമസിപ്പിക്കാം, അമ്മയ്ക്ക് ഒരു കൂട്ടാവും. അതെ, അഴകേശനെ പറയണു, നീ ഈ കച്ചവടം നടത്തില്ല, ഞാൻ തന്നെ വെല്ലുവിളിക്കാം. ആഹാ, അങ്ങനെയൊക്കെ പറഞ്ഞ അമ്മാവനെന്നുള്ളത് മറന്നിട്ട് പാലാക്കാരൻ മത്തായിയുടെ മോൻ ക്ലീറ്റസ് ഈ വെല്ലുവിളി ഏറ്റെടുത്തിരിക്കുന്നത്, ഞാൻ ഈ കച്ചവടം നടത്തും. ക്ലീറ്റസ്, ഇതിന്റെ പേരിലെങ്ങനെ ആ സ്ത്രീ കണ്ണീര് കുടിച്ച പിന്നെ നിങ്ങൾക്കൊക്കെ ഇങ്ങനെ ഒരു അമ്മാവുണ്ടാവില്ല. അയ്യോ, സ്ത്രീ കണ്ണീര് കുടിക്കണേലാണ് അയാൾക്ക് വിഷമം. കുടുംബത്തിലുള്ള ഒരു കഞ്ഞി കുടിച്ചില്ലെങ്കിൽ ഒരു വിഷമമില്ല. ഇങ്ങനെ ഒരു അമ്മാവന് ഞങ്ങൾക്ക് വേണ്ട. അല്ല ക്ലീറ്റോ, ഞാൻ പറയട്ടെ, നിക്കേ. കർത്താവേ, കഷ്ടം തന്നെ ഇവിടുത്തെ കാര്യം. ഇങ്ങനെ നേരെ പോവാക്കൂല, ഇങ്ങനെ വളഞ്ഞും പോവാക്കൂല. ഇത്ര നാള് പൈസ ഉണ്ടാക്കണ്ടേ എന്നായിരുന്നു പരാതി. ഇപ്പൊ അത് ഉണ്ടാക്കാനായിട്ട് ഇറങ്ങി തിരിച്ചപ്പം അയ്യോ അത് ചെയ്യരുത് എന്ന്. ഇതൊക്കെ എവിടുത്തെ ന്യായമാണ്? ക്ലീറ്റോ, അല്ല ഞാൻ പറയണ കേക്ക്. നീ ഒന്നും പറയണ്ട. നമുക്കിത് വേണ്ട, നമുക്ക് വേറെ എന്തെങ്കിലും ചെയ്യാം. പൈസ ഉണ്ടാക്കണമെന്നാണെങ്കിൽ പിന്നെ നിന്റെ തറവാട്ടിൽ ഇങ്ങനെ സമ്പാദിച്ച് കൂട്ടി വെച്ചേക്കല്ലേ ഇവിടെ? അല്ല വേറെ ബിസിനസ് നീ വല്ലതും കണ്ടുവച്ചിട്ടുണ്ടോ? അതല്ല ക്ലീറ്റോ, ആ അമ്മച്ചി വന്ന് ഒരുപാട് കരഞ്ഞു ഇവിടെ ഇരുന്ന്. അതാണ് നിനക്കിപ്പോ സഹിക്കാൻ വയ്യാത്തത്. ഈ പെണ്ണുങ്ങളുടെ കരച്ചിലൊന്നും നീ എന്നോട് പറയരുതേ. കാര്യം കാണാൻ അവര് കരയല്ല, അവർ പലതും ചെയ്യും. നീ ആ തള്ളയുടെ മോന്റെ കരച്ചിൽ ഇന്ന് കാണണമായിരുന്നു. അവൻ എന്തെല്ലാം പ്രതീക്ഷകൾ, എന്തെല്ലാം സ്വപ്നങ്ങളാണടി. അവൻ എന്തൊക്കെയോ വലിയ വലിയ ബിസിനസ് സാമ്രാജ്യം കെട്ടിപ്പടുക്കാൻ ഇത് വിറ്റിട്ട് വേണം അവൻ ആ പൈസ ഉള്ളത് ചെയ്യാൻ വേണ്ടി നോക്കിയിരിക്കുകയാണ്. അപ്പൊ അവന്റെ തന്നെ നീ എന്ത് മനസ്സിലാക്കാത്ത? അവക്ക് അമ്മയുടെ കരച്ചിൽ. ക്ലീറ്റോ, അതല്ല വേറൊരു സംഗതി എന്താ വെച്ചാ, അമ്മാവൻ വാക്ക് കൊടുത്തു പോയില്ലേ ഇതിനകത്ത്. ഓ, അമ്മാവും വാക്ക് കൊടുത്താണ് നിന്റെ പ്രശ്നം. പിന്നെ ഞാൻ കൊടുത്ത വാക്കാ, അത് പാലിക്കണ്ടേ? ഞാനൊരാണാണ്. അല്ല അമ്മാവന്റെ വാക്ക്. ക്ലീറ്റോന് പ്രായമായിട്ടില്ലല്ലോ, അമ്മാവൻ പ്രായമായ മനുഷ്യനല്ലേ, അതെങ്ങനെ വാക്ക് മാറ്റും? പ്രായമായെന്ന് അയാൾക്കൊരു തോന്നൽ വേണം. അയാൾ സമ്മതിക്കും അയാൾ പ്രായമായെന്ന്. അയാളുടെ കയ്യിരിപ്പം പെരുമാറ്റമൊക്കെ എനിക്ക് മനസ്സിലാവണുണ്ട്. ഇത് സൂക്കേട് വേറെയാ. അയ്യേ, അങ്ങനെയല്ല ക്ലീറ്റോ, ഇത് ഒന്ന് ആലോചിച്ച് നോക്കി. നീ ചുമ്മാ ഇരുന്നേക്ക, ഒന്നും ആലോചിക്കാനില്ല. അയാളടുത്ത് ആരെങ്കിലും പറഞ്ഞോ ചാടി കയറി വാക്ക് കൊടുക്കാൻ? എടി ഞാനൊന്ന് നന്നാവാൻ സമ്മതിക്കില്ലെന്ന് പറഞ്ഞാ ഇരുന്നിരുന്നാണ് മനുഷ്യന് 4 കാശുണ്ടാക്കണം എന്നൊരു മോഹം മനസ്സിലുണ്ടായത്. അപ്പോഴേക്കും പിന്തിരിപ്പിക്കാനായിട്ട് കുറെ കൂട്ടങ്ങൾ. നീ ഒന്നും പറയണ്ട. ഞാൻ ചോദിച്ചോട്ടെ, ഞാനല്ലേ നിന്റെ ഭർത്താവ്? ആണല്ലോ. ഞാനല്ലേ വലുത് നിനക്ക്? അതോ ഈ കമ്മാവനാണോ? കുഴിയിൽ കാലം നീട്ടിരിക്കുന്ന അങ്ങനെയാണോടി നിനക്ക് വലുത്? പിന്നെ ഒരു കാര്യം, ഇതെങ്ങാനും മുടങ്ങിയ കർത്താവിനാണോ ഒരു പണിക്കും പോവാതെ ഞാൻ ഇവിടെ ചടഞ്ഞുകൂടി ചതഞ്ഞിറങ്ങി ചപ്പിളിയായിട്ട് ഇവിടെ തന്നെ കിടക്കും. അപ്പോഴേ എന്നോട് വല്ലതും പറയാൻ വന്നോണ്ടല്ലോ അടിച്ചതിന്റെ പൊള്ളു തഴടിഞ്ഞ്. നന്നാവാനും സമ്മതിക്കാത്ത കുറേയാണ്. എന്റെ കർത്താവ് യാതൊരു സമയത്താന്തോ ഞാൻ ഈ വീട്ടിൽ വന്ന് പെട്ടത്. അമ്മാവൻ ഭയങ്കര ദേഷ്യത്തിലാന്ന് തോന്നുന്നു. ചിരിക്ക വേണ തുള്ളിച്ചാടാ, ഭയങ്കര സന്തോഷത്തില. എന്തേ വേണ്ട? അതെ, ഒന്നും വേണ്ട, പോയിക്കാറുണ്ട്. അമ്മാവ, ക്ലീറ്റോ പറയണതിൽ കാര്യമില്ല അമ്മാവ. അമ്മാവനൊന്ന് ആലോചിച്ച് നോക്കിയേ. ഞാൻ ക്ലീറ്റോന്റെ ഭാര്യയല്ലേ, അപ്പൊ ക്ലീറ്റോനോട് എനിക്ക് അതിൽ നിന്ന് പിന്മാറാൻ പറയാൻ പറ്റും. ആരാ പറഞ്ഞു എന്നോട് പിന്മാറാൻ പറയാൻ പറഞ്ഞു? ഞാൻ നീ പിന്മാറാൻ പറയണ്ട, അവൻ ഇറങ്ങട്ടെ, അവൻ കച്ചവടം ചെയ്യട്ടെ. ആ കച്ചവടം ഞാൻ പൊളിക്കും. അഴകേശനാ പറയുന്നു. അങ്ങനെ ചെയ്യല്ലേ അമ്മാവ, പാവല്ലേ ക്ലീറ്റോ. രാഷ്ട്രീയത്തിലൊക്കെ പ്രമുഖമായിട്ടുള്ള ആ സ്ഥാനമൊക്കെ ചെയ്യണ ആളാണ്. അപ്പോൾ എവിടെയെങ്കിലും നാണം കിട്ടുപോകുമ്പോൾ അത് മോശമല്ലേ അമ്മാവ? ഒരു കാര്യം ചെയ്യുമ്പോഴേ നന്മയുള്ള കാര്യങ്ങൾ ചെയ്യണം. അവൻ എല്ലാം ഏടാകൂടത്തിലേ ചെന്ന് ചാടുള്ളൂ. ഇത് ക്ലീറ്റോന് കുറച്ച് പൈസ കിട്ടും. പൈസ കിട്ടി ചമ്മാരി തമ്മാടിത്തരം കാണിക്കാം. കാശ് കുറച്ച് കൂടുതൽ കിട്ടുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ എന്റെ അമ്മേനെ ഈ വീട്ടിൽ നാട്ടി ഇറക്കില്ല. അങ്ങനെയാണെങ്കിൽ
അങ്ങനെ നിങ്ങളോട് ആരോടെങ്കിലും ക്ലീറ്റോ പെരുമാറി പറയും. ഈ മനസ്സലിവില്ലാത്തവൻ ഇതും പറയും, അതിന്റെ അപ്പുറം പറയും. നീ ഒന്നും പറയണ്ട, ഈ കച്ചവടം നടക്കില്ല. അങ്ങനെ പറയല്ലേ അമ്മാവ. അമ്മാവൻ എന്തിനാ എല്ലാവർക്കും വേണ്ടിട്ട് ഇത്രയും ചൂടാവണ എന്തിനാ? എല്ലാവർക്കും വേണ്ടിട്ടാ. ഒരാഴ്ച മുമ്പ് ഞാൻ ആ സ്ത്രീനെ പരിചയപ്പെട്ടിരുന്നെങ്കിലേ നീ ആ സ്ത്രീനെ അമ്മായി എന്ന് വിളിച്ചാനെന്ന്. അതാ ഞങ്ങൾ തമ്മിലുള്ള പരിചയം. അപ്പൊ അതാണ് ഇത്ര ചൂടാവാൻ കാര്യല്ലേ? ഏത് അമ്മാവാ, നിങ്ങക്ക് മരുമക്കളെക്കാളും വലുത് അവരാണല്ലേ? എടാ ഒരു അമ്മയാണ്, മനസ്സിലായ? ആ അമ്മയുടെ വിഷമം മനസ്സിലാക്കണം. അത്രേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. ഞാനൊരു വാക്ക് കൊടുത്തു, അഴകേശൻ ആ സ്ത്രീക്ക് ഒരു വാക്ക് കൊടുത്തു, അത് നടത്തിയിരിക്കും. നിങ്ങൾ രണ്ടുപേരും ഇങ്ങനെ വാശി പിടിച്ച ഞാൻ എന്ത് ചെയ്യും? എന്റെ നടുക്ക് കിടന്ന് നീ എന്തിനാ വാശി പിടിക്കണേ? ഞാൻ അവനല്ലേ മത്സരം. അതിനകത്ത് ക്ലീറ്റോ തോറ്റു പോയാലോ? ഞാൻ തോറ്റ സങ്കടമില്ലേ? എന്നാ പിന്നെ ഞാൻ വേറൊരു കാര്യം പറയട്ടെ. ആ അമ്മേനെ കൊണ്ട് ക്ലീറ്റോനോടൊന്ന് സംസാരിപ്പിച്ചാലോ? മനസ്സാ മാറുകയാണെങ്കിൽ കുഴപ്പമില്ലല്ലോ. കണ്ട് കെട്ടിയുണ്ട്. ഞാൻ പറഞ്ഞു കേൾക്കാത്ത അവനെ കാശടി വലുത്. ഒരാളെ കഴുത്തിന് ഞെക്കി കൊന്നിട്ട് അതിൽ അവൻ കാശുണ്ടാക്കും. അങ്ങനെയൊന്നും ക്ലീറ്റോ ചെയ്യൊന്നുമില്ല. ഒന്ന് അവരോടൊന്ന് സംസാരിക്കാൻ പറയും ക്ലീറ്റോനോട്. ഞാൻ എന്റെ ക്ലീറ്റോന്റെ പോലെയല്ല, നല്ല കാര്യങ്ങൾ ആര് പറഞ്ഞാലും ഞാൻ കേൾക്കും. നീ പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ ആ സ്ത്രീയോട് ക്ലീറ്റോനോടൊന്ന് സംസാരിക്കാൻ പറയാം. എന്നിട്ട് അവൻ പിന്മാറിയില്ലെങ്കിൽ, അഴകേശനെങ്ങാനും തോറ്റാൽ പിന്നെ ഈ ഭൂമിയിൽ ഞാൻ ജീവിച്ചിരിക്കില്ല. കാര്യം പറഞ്ഞ ക്ലീറ്റസേ, ക്ലീറ്റസേ. ആ ഹലോ. ഇല്ലടാ വന്നില്ല. ഏയ് അതിന് വിളിച്ചിട്ട് എടുക്കണ്ടേ എവിടെയാന്നും പറഞ്ഞ്. എനിക്കറിയില്ല, ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടിയിട്ട് ഒരാഴ്ചയായി. മിണ്ടണത് ചീത്ത വിളിക്കാൻ വേണ്ടിയിട്ടാ. രാവിലെ പോയത് അമ്മാവനും. അറിയില്ലാന്ന്. നീ കണ്ടെടുത്ത് കിടന്നിട്ട് എന്നോട് വിളിച്ച് ചോദിച്ചാൽ മതി എന്തായി എന്തായി എന്തായിന്ന്. ഒന്നിങ്ങോട്ട് കടന്നു വരരുത്. എടാ നീയും അമ്മയും ആരെങ്കിലും ഒന്ന് വാങ്ങോട്. ഞാൻ നോക്കാം. ശരി. എന്ത് പറയാൻ? അമ്മാവനല്ലേ ഞാൻ ഈ വിളിക്കണ മുഴുവൻ. ഒന്ന് ഫോൺ എടുത്താലെന്താ? എവിടെ എന്റെ കണവൻ? എവിടെ രാഷ്ട്രീയ നേതാവ്, പൊതുപ്രവർത്തകൻ? അതാ ഞാൻ ചോദിക്കണേ, എവിടെ? ഇല്ലേ, റെയിൽവേ സ്റ്റേഷൻ മുതലാളില്ലേ? എവിടെ കണ്ടോ? 1,30,00,000 വസ്തു വെക്കാനല്ലേ പോയത്? കമ്മീഷൻ ഒരുപാട് കിട്ടിയിട്ടുണ്ടാവും. അപ്പൊ ബാങ്ക് കൊണ്ടിടാൻ പോയിട്ടുണ്ടാവും. ഇല്ലെങ്കിൽ എന്തെങ്കിലും അതെന്താ ചെയ്യേണ്ടതെന്ന് ആലോചിച്ച് വല്ല മരത്തിന്റെ ഓട്ടിൽ ഇരിക്കണ്ടാവും. എന്താ ഉണ്ടായെന്ന് പറയേ. എന്താ ഉണ്ടായിന്നാ? ആ സ്ഥലം അവന് വിൽക്കാൻ പറ്റില്ല. എന്ത്? അഴകേശനോട് കളിക്കുമ്പോ സൂക്ഷിച്ച് കളിക്കണം.
നിയമം ജയിക്കണം. ആ സ്ത്രീയുടെ കണ്ണീര് കണ്ടിട്ട് ആ സ്ത്രീനെയും കൂട്ടിയിട്ട് ഞാൻ ഇനി കയറാത്ത ഓഫീസുണ്ടോ? അവസാനം RDO പോയി കണ്ട് പരാതി കൊടുത്തു. ജാനകി എഴുതി കൊടുത്തില്ലേ മുദ്രപത്രത്തിലെ ആധാരം? അത് റദ്ദാക്കി. ഇനി ജാനകി മരിക്കാണ്ട് ആ സാധനം അവനെ വെക്കാൻ പറ്റില്ല. നടന്നേക്ക വലിയ പൊതുപ്രവർത്തകൻ. അയ്യോ, അപ്പൊ ക്ലീറ്റോയുടെ കാര്യം? ക്ലീറ്റ് എവിടെ? തലയിലെ മുണ്ടിട്ട് എവിടെയും പോയി ഒളിച്ചിരിക്കണ്ടാവും. ഞാൻ ഉറങ്ങില്ല. അവൻ വന്ന് അവനോട് 4 വാക്ക് പറയാണ്ട് അഴകേശം ഉറങ്ങില്ല. പ്ലീസ് ക്ലീറ്റോനെ ഒന്നും പറയരുത്. വെല്ലുവിളിച്ചു പോയതല്ലേ, പറയാണ്ടിരിക്കാൻ പറ്റുമോ? ക്ലീറ്റോ വരുന്നുണ്ട്. അമ്മാവാ, അമ്മാവാ. ക്ലീറ്റോ ആകെ വിഷമിച്ചായിരിക്കും വരുന്നത്. എന്താ നേതാവേ, 1,30,00,000 എന്ന് പറയുമ്പോ അതിന് ഒരുപാട് കമ്മീഷൻ കിട്ടിയിട്ടുണ്ടാവില്ല. കാശ് എന്താ ഇത്? എന്താ ചെയ്ത്? വെല്ലുവിളിച്ചതല്ലേ, ആളെ കൊണ്ടൊന്ന് വിപ്പിക്കടാ. അമ്മാവാ, അമ്മാവാ, സംഭവം ഞാൻ തോറ്റു, സമ്മതിച്ചു. അത് നേരാവണ്ണം പറ, തോറ്റൂന്ന്. ഞാൻ തോറ്റു, സമ്മതിച്ചു, പ്രശ്നം തീർന്നല്ലോ. അതാണ് ഒരാളോട് വാദിക്കുമ്പോ ബെറ്റ് വെക്കുമ്പോ ആരോടാന്ന് ആലോചിക്കണം. അഴകേശൻ എന്ന് വരെ തോറ്റിട്ടില്ല. ആയിക്കോട്ടെ. നിന്നോടുള്ള വാശിക്ക് വേണ്ടിയിട്ട് കാണേണ്ട ഓഫീസർമാരൊക്കെ കണ്ടു ഞാൻ. അവസാനം RDO ഓഫീസിൽ പോയി കംപ്ലൈന്റ് കൊടുത്തു. കണ്ടില്ലേ? ആരെങ്കിലും ഒരാൾ തോറ്റല്ലേ പറ്റൂ, രണ്ടുപേർ കൂടെ ജയിക്കാൻ പറ്റില്ലല്ലോ. ആർക്കെങ്കിലും ഒരാൾക്കല്ല, നീ തോറ്റ പറ്റൂ. അഴകേശൻ തോറ്റ ചരിത്രമില്ല. ആയിക്കോട്ടെ, അമ്മാവൻ ജയിച്ചല്ലോ, ഞാൻ തോറ്റു, സമ്മതിച്ചു, പ്രശ്നം തീർന്നല്ലോ. ഇനിയെങ്കിലും ഒരു കാര്യത്തിന് ഇറങ്ങുമ്പോ കുറച്ച് മനുഷ്യത്വം നന്മയൊക്കെ നോക്കിയിട്ട് പ്രവർത്തിക്കും. സാരമില്ല ക്ലീറ്റോ, ഒരു നല്ല കാര്യത്തിന് വേണ്ടിയിട്ടല്ലേ. അയ്യോ, എനിക്ക് ഒരു വിഷമവുമില്ല. മാത്രമല്ല ഈ പ്രായത്തിൽ അമ്മാവനൊരു വിജയം കിട്ടിയതല്ലേ, അമ്മാവൻ സന്തോഷിച്ചോട്ടെ. വസ്തു ക്ലീറ്റസേ, നീ എന്ത് പണിയാ കാണിച്ചത്? അങ്ങനെ മുരളി, നീ കഥയൊന്നും പറയണ്ട. നീ എൻ്റെ സ്ഥലം വിറ്റ് തരാമെന്നും പറഞ്ഞ് പൈസ വാങ്ങിയോ? പൈസ വാങ്ങി, പക്ഷെ പൈസ വാങ്ങി എന്നിട്ട് നീ RDO ഓഫീസിൽ പോയി അത് എനിക്കെതിരെ പരാതി കൊടുത്തു അല്ലേ? ഇനി ഞാൻ ആ സ്ഥലം എങ്ങനെ വിൽക്കും? എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലീറ്റോ, എനിക്കൊന്നും അറിയണ്ട. എനിക്ക് നിന്റെ വീട്, നിന്റെ കുടുംബം, ഞാൻ വേറെ ഒന്നും പറയുന്നില്ല. നാളെ എനിക്ക് പൈസ കിട്ടണം. ഞാൻ തന്ന പൈസ എനിക്ക് കിട്ടണം. അല്ലെങ്കിൽ തനി ഗുണം എന്റെ അറിയും. ശരി. ക്ലീറ്റോ, ക്ലീറ്റോ ആണ് ചെയ്തത്. അതെ, ഞാനിത് ചെയ്തത് അമ്മയുടെ കൂട്ടുകാരി ആയതുകൊണ്ടോ അമ്മാവൻ്റെ പരിചയക്കാരി ആയതുകൊണ്ടോ അല്ല. ആ അമ്മ എന്നോട് വന്ന് കരഞ്ഞു പറഞ്ഞപ്പോൾ എനിക്ക് എൻ്റെ അമ്മ പറയണ പോലെ തോന്നി. അതുകൊണ്ട് ഞാനതങ്ങ് ചെയ്തു കൊടുത്താ. എന്നിട്ട് പിന്നെ എന്താ പറയാതിരുന്നേ? എന്തിന്? എടി, ഞാനാണിത് ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലോകത്ത് ആരെങ്കിലും വിശ്വസിക്കുമോ? അമ്മാവൻ വിശ്വസിക്കുമോ? നീ വിശ്വസിക്കുമോ? ഒരു കുഞ്ഞും വിശ്വസിക്കില്ല. അതുകൊണ്ട് ക്ലീറ്റോൻ്റെ വിശ്വാസം ക്ലീറ്റോൻ്റെ കൂടെ തന്നെ ഇരുന്നോട്ടെ. മാവോ, ഒരുപാട് കഷ്ടപ്പെട്ടല്ലേ ഇതൊന്ന് റദ്ദ് ചെയ്യാൻ വേണ്ടിയിട്ട്? ഇങ്ങനെയാണ് അമ്മാവ, ചില കാര്യങ്ങൾ റദ്ദ് ചെയ്യാനായിട്ട് ഒരുപാട് പാടുപെടേണ്ടി വരും. മുരളിയുടെ മേടിച്ച പൈസ നാളെ ഞാൻ തരാം. അതിന്റെ കണക്കും പറഞ്ഞ് എന്നും വരരുത്, എഴുതി തള്ളിക്കോണം അത്. Versus Alien.